ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. അപവാദം പറഞ്ഞ കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച മദ്യനയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ലജ്ജയുമില്ല, അസത്യം പറയുന്നതിന് ഒരു മനസാക്ഷിക്കുത്തുമില്ല. ഞങ്ങൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നവരല്ലേ, കേസിൽ പ്രതികളായിട്ടുള്ളവരല്ലേ. ഞങ്ങളെല്ലാം കേരളത്തിൽ മന്ത്രിമാരായിട്ടിരിക്കുമ്പോൾ ആ സമരത്തിന്റെ സത്തയ്ക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്കും അറിയാമല്ലോ. ഭൂഗർഭജലം എടുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാനാണ് നിഷ്കർഷിച്ചത്. എങ്ങനെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന്. ഇപ്പൊ പ്ലാച്ചിമട്ടയുടെ ഒക്കെ പേരിൽ പ്രതിപക്ഷ നേതാവൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടു. കഞ്ചിക്കോട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറില്ല. ഒരു തുള്ളി ഭൂഗർഭജലം പോലും പദ്ധതിക്ക് വേണ്ടി എടുക്കില്ല. വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ടെൻഡർ വിളിക്കാതെ പദ്ധതിക്ക് അനുമതി നൽകിയെന്നതായിരുന്നു ആരോപണം. വ്യവസായം തുടങ്ങാൻ ടെൻഡർ വിളിക്കുന്ന പതിവില്ല. ആ വാദം UDF ഉപേക്ഷിച്ച മട്ടാണ്. ജലചൂഷണ വാദമുയർത്തിയാണ് ഇപ്പോൾ എതിർപ്പ് ഉയർത്തുന്നത്. മഴവെള്ള സംഭരണത്തിലൂടെയും മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം കണ്ടെത്താനാവും. മലമ്പുഴയിൽ നിന്ന് വ്യവസായത്തിന് വെള്ളം നൽകുന്നതിൽ ഒരു തടസ്സവുമില്ല. മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 9.26 കോടി ലിറ്റർ സ്പിരിറ്റാണ് എല്ലാ വർഷവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഉൽപാദനം നടന്നാൽ അതിന്റെ ഗുണം കിട്ടും. നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.